ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ മൂന്നാമതും അംഗത്തിനിറങ്ങാൻ CPIM-ന്റെ മുതിർന്ന നേതാവ് എം മണി. 2 ടേം നിബന്ധനയിൽ എം മണിക്ക് ഇളവ് ലഭിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ എം മണി മത്സരിക്കണമെന്നാണ് CPIM-ൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അഭിപ്രായം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, അങ്ങനെ എം മണി മൂന്നാം അംഗത്തിനാണോ രാഹുൽ? ഉന്മേഷ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ ആകെ LDF-ന് CPM-ന് പ്രത്യേകിച്ച് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ 10 പഞ്ചായത്തിൽ 5 നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എല്ലാ പഞ്ചായത്തും LDF-നായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് എം മണി തന്നെ മത്സരത്തിന് ഇറങ്ങണം, അല്ലായെങ്കിൽ വിജയസാധ്യത കുറവാണ് എന്നൊരു കണക്കുകൂട്ടലുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എം മണി തന്നെ വീണ്ടും ഉടുമ്പൻചോല മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ നേതൃത്വം പോയിരിക്കുന്നത്. ടേം വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എം മണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. എം മണിയുടെ മകളായിരിക്കും ഇനി മത്സരിക്കുക എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. അത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എം മണിക്കില്ല, ആരോഗ്യവാനായി തന്നെ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും 15 പരിപാടിയിൽ കൂടുതൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല മണ്ഡലത്തിൽ കൂടുതൽ സജീവമാണ്. വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം പ്രചരണ ആയുധമാക്കിക്കൊണ്ടാണ് എന്തായാലും എം മണി തന്നെ വീണ്ടും മത്സരിക്കട്ടെ എന്നൊരു തീരുമാനം പോയിരിക്കുന്നത്. മാത്രമല്ല എം മണി മത്സരിക്കുകയാണെങ്കിൽ പീരിമേട്, അതുപോലെ തന്നെ ദേവികുളം, ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ 4 മണ്ഡലങ്ങളിലും വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ് CPM-ന്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് എം മണി എന്ന പേരിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. മൂന്നാം അംഗത്തിന് എം മണി ഇറങ്ങും എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. ഉന്മേഷ്, ശരി. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.